ഷൈൻ ടോം ചാക്കോ അതിനാടകീയമായിട്ടാണ് ആ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടുന്നത്. സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള രക്ഷപ്പെടൽ. എവിടെ ഷൈൻ ടോം ചാക്കോ? അതുതന്നെയാണ് ഇപ്പോൾ പോലീസും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരാളെ തിരക്കിയാണ് പോലീസ് സംഘം അവിടെ എത്തിയത്. ആ ഘട്ടത്തിലാണ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് കടന്നു കളയുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം, ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ കടന്നു കളഞ്ഞു എന്നതാണ്. അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ്. പോലീസിന് മുന്നിലുള്ള ദൗത്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ട് അവിടെ നിന്ന് ഓടി എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഇതിനായി നടനെ കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇപ്പോൾ പോലീസിന് മുന്നിലുണ്ട്. പോലീസിനത് ചെയ്യേണ്ട ബാധ്യതയുമുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ നടൻ അവിടെ നിന്ന് ഓടുന്ന ഘട്ടത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ കക്ഷിയെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണ്ടെത്തി പരിശോധന നടത്തിയാൽ അത് തെളിയുകയാണെങ്കിൽ ഒഫൻസ് നിലനിൽക്കും. അങ്ങനെയെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പോലീസിന് മുന്നിൽ ഇന്നലെ പുലർച്ചെ അല്ലെങ്കിൽ ഇന്നലെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞിട്ടുള്ള ഷൈൻ ടോം ചാക്കോയ്ക്കായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസും ഡാൻസ് ഓഫും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില കൺഫ്യൂഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ലഹരി കേസുകളിൽ പൊസഷനോടുകൂടി പിടിക്കുന്നതാണ് ഏറ്റവും ആ കേസിൻ്റെ ഗ്രാവിറ്റിക്ക് നിലനിൽക്കുന്നതിന് നല്ലത്. അങ്ങനെ പിടികൂടിയ കേസുകൾ പോലും പലതരത്തിലുള്ള പ്രൊസീജിയർ വീഴ്ചകൾ കൊണ്ട് വിട്ടുപോകുന്ന അവസ്ഥയുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസിന് മുന്നിലേക്കുണ്ട്. അങ്ങനെ ഒരു വിട്ടുപോയാൽ അത് വലിയ തിരിച്ചടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എന്തായാലും ഡാൻസ് ഓഫ്